മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിത പങ്കാളിയിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. വിൻസെന്റിൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഇപ്പോൾ കുറവിലങ്ങാട് സെന്റ് വിൻസെന്റ് ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു വരുന്നു. സിസ്റ്ററെ സ്വാഗതം. ഒപ്പം 3 വിശിഷ്ട അതിഥികളും നമ്മോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് സിസ്റ്റർ ഷിബി പൈനാടത്ത് FHGS, സിസ്റ്റർ മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ കൗൺസിലറായി സേവനം ചെയ്യുന്നു. സിസ്റ്ററെ സ്വാഗതം. മറ്റൊരു വ്യക്തി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്ന ഡോക്ടർ ലിവിയ ആണ്. മാം സ്വാഗതം. കൂടാതെ മാള ഹോളിഗ്രേസ് അക്കാദമിയിൽ കൗൺസിലറായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ഷൈല ജോസഫ് FHGS ആണ്. സിസ്റ്ററെ സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിസ്റ്ററെ, നമ്മളിപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ മാതാപിതാക്കളും കുട്ടികളും എന്നൊരു വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമുക്കത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ജീവിത പങ്കാളിയിലെ മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികൾ ചേർന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളികളാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഈ ഒരു ജീവിത പങ്കാളിയുടെ പ്രാധാന്യം ഒന്ന് വിവരിക്കാൻ പറ്റും? ഇപ്പോൾ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യയും ഭർത്താവുമാണ് ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കണ്ണികൾ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അടുക്കൽ വന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ ചർച്ച തുടങ്ങാമെന്നാണ്. ഏകദേശം ഒരു 38 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനെയുമായിട്ട് 2 കൂട്ടുകാർ വരികയാണ്. എന്നിട്ട് അവർ പറഞ്ഞപ്പം നമുക്കറിയാം, വന്നിരിക്കുന്ന ഈ സോക്കോൾഡ് ചാർട്ട് എടുത്തിരിക്കുന്ന ഫയലിൽ നെയിം എഴുതിയിരിക്കുന്ന നമ്മുടെ ക്ലയൻറ്റ് ഇരിക്കുന്നു. വളരെ ശോകമുഖമായിട്ടുള്ളൊരു രീതിയിലാണ് ആളിരിക്കുന്നത്. അപ്പം നമുക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാകും ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സാണ് പുള്ളിയിൽ അപ്പിയറൻസിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, സിസ്റ്ററെ കുറച്ച് നാളുകളായിട്ട്, അപ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇൻ്റലിജൻ്റായ സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. നല്ല രീതിയിൽ ആ ഒരു കമ്പനിയുടെ നല്ലൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഭൂരിഭാഗവും ഈ കക്ഷി തന്നെയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. നല്ല ടാലൻറ്റഡ് ആണ് ആൾ. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ ഒരു 3-4 മാസങ്ങളായി ഇവനിൽ സാരമായ വ്യതിയാനങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം കമ്പനിയിലെ കാര്യങ്ങൾ, അവനിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവൻ നിർവഹിക്കുന്നില്ല, വളരെ പ്രശ്നമാണ്. കൃത്യമായ സമയത്ത് അവൻ വരുന്നില്ല, അവന് ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും വലുതായിട്ട് മിണ്ടുന്നില്ല, ഒരു സന്തോഷം ആ മുഖത്തില്ല. കാരണം വളരെ പ്രസന്നവദനായി നടന്നിരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, അവന് സാരമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം ഉള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓക്കെ, അവരത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ ഇരുത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അനലൈസ് ചെയ്തു വരുമ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഡിപ്രഷനിലാണ് ആളിരിക്കുന്നത്. 8 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഒരു 5 പേരുള്ള ഒരു ഫാമിലിയിലെ 3ാമത്തെ വ്യക്തിയാണ് ഈ വ്യക്തി. 2 പേരുള്ള ഒരു ഫാമിലിയിൽ നിന്ന് മുതിർന്ന, അതായത് എൽഡർലി ആയിട്ടുള്ള മോളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവരുടെ ആദ്യകാല ജീവിതത്തിൽ തന്നെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ഈ വൈഫിൻ്റെ വീട്ടിൽ നിന്നുള്ള അമിതമായിട്ടുള്ള ഒരു കടന്നുകയറ്റം ഈ പുള്ളിയെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടിലും. അപ്പം പറയുന്നത്, സിസ്റ്റർ, ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ ഇടയിലും ഭാര്യയുടെ വീട്ടിലെ അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഞെരുങ്ങുകയാണ്. അപ്പം ശരിക്കും പുള്ളിയുടെ മനസ്സിൽ ഒരു ഡെത്ത് വിഷ് തന്നെയാണുള്ളത്. ഞാനൊന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരു അവസരത്തിൽ എൻ്റെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെയൊക്കെ ആ വെളിച്ചത്തിൽ എനിക്കൊരു സൂയിസൈഡിലേക്ക്, ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ, എന്നെ സ്വയം ഇല്ലാണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഈ ജീവിതം വെറുത്തു, ഈ ലോകം വെറുത്തു, എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് ഒരു തരി പോലും വെളിച്ചം ഞാൻ കാണുന്നില്ല. അപ്പം നമ്മളത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഡിപ്രഷൻ സ്റ്റേജാണ്, മെഡിസിൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഫാമിലി തെറാപ്പി ആവശ്യമുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ പിന്നീടുള്ള സെഷൻസിലൊക്കെയാണ് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ടിരുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്ന ഒരു ശരിക്കുമുള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ജീവിത പങ്കാളിയുടെ അമിതമായതും പ്രതികൂലാത്മകമായിട്ടുള്ള ഇടപെടൽ മൂലവും ഒരു സന്തോഷം ഇല്ലാത്ത കുറ്റപ്പെടുത്തലുകൾ മാത്രമുള്ള ഒരു ജീവിത വഴികളിലൂടെ, പ്രത്യേകിച്ചൊരു 8 വർഷക്കാലത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിലൂടെയും അയാളൊരു മാനസികമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഇൻ്റർവെൻഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, അയാൾ തന്നെ, ആ വ്യക്തി തന്നെ എന്നോട് പറഞ്ഞതാണ്, സിസ്റ്ററെ ഞാൻ എല്ലാ കാര്യത്തിലും വലിയ പുലിയായിരുന്നു, ഇപ്പം ഞാൻ എലി പോലെ ആയിപ്പോയെന്ന്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു നഷ്ടബോധം, സെൽഫ് കോൺഫിഡൻസ് വളരെ താന്നു. അപ്പോൾ ഒരു ജീവിതം പടുത്തുയർത്താൻ വേണ്ടുന്ന ജീവിത പങ്കാളി ഒരു ജീവിതത്തെ തല്ലിക്കൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജീവിത പങ്കാളികളുടെ മാനസിക ആരോഗ്യം, അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സന്തോഷം ഒരു കുടുംബത്തെ വളർത്തുകയാണ് വേണ്ടത്, തളർത്തുകയല്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പം 2 പേരിൽ ഒരാളുടെ പ്രശ്നം അല്ലെങ്കിൽ 2 പേർക്കും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊരു മാനസികാരോഗ്യത്തിലേക്ക് അവരെ നയിക്കും, ഒരു തകർച്ചയിലേക്ക്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കേസ് തന്നെ കാണിക്കുന്നത് അതുപോലെയാണ്. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു സ്കൂളുമായിട്ടും അല്ലെ കുട്ടികളുമായിട്ടും കുടുംബജീവിതവുമായിട്ടൊക്കെ ഇടപെട്ടൊക്കെ നിൽക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ കേസിനെ സംബന്ധിച്ച് അതിൽ ഒരു പോയിന്റാണ് എനിക്കത് തോന്നിയത്. അതായത് ജീവിത പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിൽ 50-50 ഡിവിഷൻ അവർക്കാണ്, അവരാണ് അതിലെ മെയിൻ ആൾക്കാർ. അപ്പോൾ കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള ഇൻവേഷൻ വരുമ്പോൾ അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ, കാരണം നമ്മളറിയാം ഒരു കല്യാണം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 2 ധ്രുവങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അവരുടെ വ്യക്തിത്വം ആയിരിക്കാം, അവർ സമൂഹത്തിൽ അവരുടെ പൊസിഷൻസ് ആയിരിക്കാം, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു പീരീഡ്, ചെറിയല്ല അത്യാവശ്യം വലിയൊരു പീരീഡ് ആവശ്യമാണ്. ഈവൻ ചെറിയ സ്വഭാവങ്ങൾ പോലും. അത് അറേഞ്ച്ഡ് മാരേജിൽ. ഇപ്പോൾ ലവ് മാരേജ് എടുത്ത് നോക്കിയാൽ പറയും നമ്മൾ അവർ പരസ്പരം അറിയുമെന്ന് പറയും, പക്ഷേ ആ ഒരു 5 വർഷമായാലും 6 വർഷമായാലും അവരുടെ ബെറ്റർ പേഴ്സണാലിറ്റി മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അവരിലുള്ള കുറവുകളും വ്യക്തിത്വ പ്രോബ്ലംസും കാര്യങ്ങൾ, പേഴ്സണാലിറ്റി ഇഷ്യൂസൊക്കെ അവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ ഈ ഇൻവേഷൻ ഇല്ലാണ്ട് അവർക്കൊരു ഇൻക്യുബേഷൻ പീരിയഡ് ആവശ്യമാണ്. അതിൽ അവർ പരസ്പരം ചോദിച്ചും അറിഞ്ഞും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത്യാവശ്യം ഇത്തിരി ഫൈറ്റ്സ് ആയാലും കുഴപ്പമില്ല, എന്നാലും അവരുടെ മുഴുവൻ വ്യക്തിത്വവും പുറത്ത് വന്ന് അവരറിഞ്ഞാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. സോ ആ ഒരു പീരിയഡ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിനുശേഷം ആസ് എ സപ്പോർട്ടിങ് ഫാക്ടർ എന്നുള്ള രീതിയിൽ സമൂഹം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ശാക്തീകരിക്കാൻ പറ്റും. മാം പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിവാഹം അല്ലെ വിവാഹ ജീവിത പങ്കാളികൾ എന്ന് പറയുമ്പോൾ 2 പേർ അല്ലെങ്കിൽ 2 വ്യക്തികൾ മാത്രമുള്ള അല്ലെ 2 വ്യക്തികൾ കൂടിച്ചേരുന്ന ഒരു ജീവിതം മാത്രമല്ല. 2 കൾച്ചർ, 2 സംസ്കാരങ്ങൾ തമ്മിൽ, 2 കുടുംബങ്ങൾ തമ്മിൽ, 2 വിശ്വാസങ്ങൾ തമ്മിൽ, 2 എക്സ്പെക്റ്റേഷൻസ് തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ്. അവിടെ മാം പറഞ്ഞ പോലെ പരസ്പരം മനസ്സിലാക്കാൻ ഒത്തിരി സമയം വേണ്ടി വരും. ഇപ്പോൾ ചില കേസുകളൊക്കെ കുടുംബ കോടതിയിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കുന്നത് 6-7 വർഷം ഒരു പ്രണയകാലത്തിലൂടെ കടന്നുപോയവർ വിവാഹശേഷം 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ റിയാലിറ്റി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഐഡിയൽ ആയിട്ടുള്ള ആ കുറേ എക്സ്പെക്റ്റേഷൻസ് മാറിപ്പോയി. അപ്പോൾ അവർക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പറഞ്ഞ പരസ്പരമുള്ള മനസ്സിലാക്കൽ, അത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ഇപ്പം സിസ്റ്ററുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ 2 പേരും സിസ്റ്റേഴ്സാണ്. അപ്പം ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ പുതിയതായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ പല പ്രാവശ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാം. സിസ്റ്റർ പറഞ്ഞ ആദ്യത്തെ കേസിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു ഓവർ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു. അത് എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി കേസുകളിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്തായിട്ട് വന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല, പക്ഷേ ഈ ആൺകുട്ടി വിളിച്ചിട്ട് പറയുകയാണ്, സിസ്റ്ററെ എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമാണ്, വളരെ സോഷ്യലായിട്ടുള്ളൊരു കുടുംബം. ചേട്ടൻ കെട്ടി വന്ന പെൺകുട്ടി വളരെ സ്മാർട്ടാണ്, ഈ കുടുംബത്തോട് യോജിച്ച് പോകുന്ന ഒരു ആളാണ്. പക്ഷേ ഈ 2ാമത്തെ കുട്ടി വന്നപ്പോഴത്തേനും
അവൾ ജോലി കഴിഞ്ഞ് വരുന്നു, ഇവരെ പോലെ തന്നെ അങ്ങ് സോഷ്യലാകാനായിട്ട് ഇവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മുറുമുറുപ്പുകൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന്, അമ്മയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഉണ്ടാകുന്നു. അപ്പോൾ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ റിലേഷൻ നന്നായി പോകുന്നുണ്ട്, പക്ഷേ ഈ ഫാമിലിയിൽ ഇവർ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എനിക്കുള്ളൊരു സംശയം, ഈ എന്തുകൊണ്ട് ഈ ഓവർ ഇൻഫ്ലുവൻസ് പെൺകുട്ടികളുടെ വീടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? അത് ഇവരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ പോലും അത് 1-2 കുട്ടികളുള്ള കുടുംബങ്ങളായതുകൊണ്ടാണോ? ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ അത് തിയറട്ടിക്കലായിട്ട് തന്നെ നമ്മൾ ഡീല് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഇൻവിസിബിൾ പ്രസൻസ് ഓഫ് ഇൻലോസ് എന്ന് പറയുന്നത്. അതായത് പരോക്ഷമായിട്ട് കടന്നു കയറ്റം അത് 2 ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും അമിതമായിട്ട് കടന്നു കയറുന്നു ഇവരുടെ ഒരു ജീവിതത്തിലേക്ക്, ഭാര്യയുടെ വീട്ടുകാരും അമിതമായിട്ട് കടന്നു കയറുന്നു. ഇപ്പം 2 വ്യക്തികളെ തമ്മിൽ ജീവിതത്തിലേക്ക് ഒരുക്കി വിട്ടതിന് ശേഷം അവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടരുത് എന്നല്ല ഞാൻ പറയുന്നത്, ആവശ്യമില്ലാതെ ഇടപെടരുത്. കാരണം ഈ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ഇപ്പം രാവിലെ തൊട്ട് ചിലപ്പോൾ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇപ്പം അമ്മ വിളിക്കുകയാണ്, രാവിലെ തൊട്ട് എന്താ കഴിച്ചത്, എന്താ അങ്ങനെ ചെയ്തത്, എന്താ ഇത് ചെയ്തത്. അപ്പം ഈ ഫോൺ കോളിൽ അവൾ നിൽക്കുമ്പോൾ അവൾ ജീവിക്കുന്ന ഒരു റിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ റിയാലിറ്റി ഒന്ന്, അല്ലെങ്കിൽ അവൾ ചിന്തിക്കുന്നത് ഐഡിയൽ ആയിട്ടുള്ളത് വേറൊന്ന്. അപ്പം ഇങ്ങനെ ഒരു ജീവിതം ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുത്തും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു വ്യക്തി നമ്മളെ ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ തന്നെ നമുക്കൊരു ചെറിയ ഡിസ്ട്രെസ് ഉണ്ടാകും അല്ലേ? എങ്കിൽ ജീവിതത്തിൽ ഒരുമിച്ച് പോകേണ്ടവർ തമ്മിൽ അവർക്ക് തമ്മിൽ സംസാരിക്കാനോ അവർക്ക് തമ്മിൽ ഷെയർ ചെയ്യാനോ സമയം കിട്ടാതെ പിന്നെയും വീട്ടുകാരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പ്രശ്നമുണ്ടാകും. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. പലപ്പോഴും കല്യാണം കഴിച്ച് വരുന്ന ആ ദമ്പതിമാരെ അവർക്ക് എവിടെയാണോ വിശ്രമിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ആ സ്ഥലത്ത് മാതാപിതാക്കൾ ഒഴിഞ്ഞു കൊടുക്കുക. ചില സമയത്തൊക്കെ പ്രത്യേകിച്ച് ഒരാൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉള്ളിടത്ത് കൂടുതൽ അവരോട് അടുപ്പമുണ്ടായിരിക്കും പേരൻസിന്. പക്ഷേ അവർ ഭാര്യ ഭർത്താവായി അവരൊരുമിച്ച് ജീവിക്കട്ടെ, അവരുടെ സ്വകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നതിനേക്കാൾ ഉപരിയായി പേരൻസാണ് നീ എവിടെ ടൂറിന് പോകണം അല്ലെങ്കിൽ ഏത് സാരി ഉടുക്കണം എന്ന് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ മാലയോ ഇട്ടോ, ഈ സാരിയാണ് ഉടുത്തത്, ഞാൻ വാങ്ങിത്തന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് ഭർത്താവ് വാങ്ങിത്തന്ന ഒരു സാധനം ഉപയോഗിക്കാനും ഒക്കെ അവർ പരിശീലിക്കട്ടെ. അമ്മമാർ കുറേ അധികം കടന്നു കയറുന്നു, വീട്ടിൽ ചെന്ന് ഇപ്പോൾ വീട്ടിലുള്ളതുപോലെ തന്നെ അവിടെയും ചെയ്യണം. ആ രീതി ഉപേക്ഷിക്കുക. നിൻ്റെ സാലറി കിട്ടിയ നീ ആർക്കാ കൊടുത്തേ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല പേരൻസ്. അവരവിടെ ചെന്നു ഇതുപോലെ തന്നെ. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയെ മരുമകളായി കാണാതെ മകളായി തന്നെ സ്വീകരിക്കുക. പലപ്പോഴും ഒരു ചെടി നടുമ്പോൾ നമ്മൾ ആ റോസ വേറൊരു വീട്ടിലേക്ക് നമ്മൾ പറിച്ചു നടുന്ന ഒരു അനുഭവം തന്നെയാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വരുമ്പോൾ അവർക്കെല്ലാം അപരിചിതമാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ചെടി അധികം വെള്ളം തണലൊക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പെൺകുട്ടി വിവാഹമെന്ന കുദാശയിലൂടെ സ്വീകരിച്ച് മറ്റൊരു വീട്ടിലേക്ക് വരുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മളോട് കിച്ചണിൽ കയറി ചെയ്യാൻ പറയുന്നതോ അല്ലെങ്കിൽ അമ്മ ഇവിടെ നിന്ന് നോക്കി നിൽക്കുക. കുടുംബ കോടതിയിലൊക്കെ വരുമ്പം ചില കേസുകളിൽ നമുക്ക് പരിചയമായിട്ട് ഇപ്പോഴത്തെ റൂമുകളൊക്കെ വളരെ വിശാലമായ റൂമുകളാണല്ലോ. അപ്പോൾ TV കാണുന്നിടത്ത് അമ്മയ്ക്കിരുന്ന് അറിയാം കിച്ചണിൽ വരുമ്പോൾ എത്രമാത്രം വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനെ ചൊല്ലി മകനോട് വന്ന് പറയുക. പിന്നെ കുട്ടിക്ക് അല്പം പാലെടുത്തപ്പോൾ താഴെ വീണ് പോയി. നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ മക്കൾ ജോലിക്ക് പോകുമ്പോൾ ആ സ്പൂണോ അല്ലെങ്കിൽ പാത്രമോ ഒന്ന് കഴുകാതെ നമ്മുടെ വാഷിംഗ് ബേസിനിലിട്ടണം. അതാരും അമ്മ തന്നെയല്ലേ കഴുകുന്നത്. പക്ഷേ നമ്മൾ വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിമ്മ എന്ന് പറയാൻ പാടില്ല, അമ്മ എന്നതിന് പറയണമെങ്കിൽ കൂടെ അവർ നോക്കിയിരിക്കുകയാണ് അവളെവിടെ വൃത്തിയില്ലാതെ ഇട്ടുകൊണ്ട് പോയി, ഹരിബറിയായിട്ട് പോയി. അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മളെ ശരിയാണ്. പലപ്പോഴും ഈ കുടുംബ കോടതികളിലേക്ക് എത്തപ്പെടുന്ന കേസുകൾ വലിയ വലിയ കുറ്റവാളികളായിട്ടൊന്നുമല്ല, ചെറിയ സിസ്റ്റർ പറഞ്ഞ പോലെ എക്സാക്ട്ലി ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഫയൽ വർക്കാകും. ഒരു നമ്മൾ ഫയൽ അടുക്കി വെക്കുന്നത് പോലെ ഫയലിലേക്ക് പേപ്പേഴ്സ് വന്ന് വീഴുന്നത് പോലെ ആകും. അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പറിച്ചു നടുന്നു അടുത്ത വീട്ടിലേക്ക്. ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, പെൺകുട്ടി മാത്രമല്ല അവിടെ പറിച്ചു നടപ്പെടുന്നത്. ഇപ്പം ഒരു ഹസ്ബൻഡ് ആ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും
അവനും ഒന്ന് പറിച്ച് നടപ്പെട്ടിരിക്കുവാണ് അവിടെ. കാരണം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. കാരണം ഇത്രയും കാലം പേരൻസിന്റെയും ആളുടെയും മാത്രമേ ഇൻപുട്ട് ഉണ്ടാവുള്ളൂ, പക്ഷെ അതിലേക്ക് ഒരാളും കൂടിയാണ് അഡീഷൻ. സോ അത് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം മെന്റൽ ബാലൻസ് ആയിരിക്കും നഷ്ടപ്പെടുക. അപ്പൊ അത് വളരെ ഇപ്പോൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഭാര്യ വന്ന് കഴിഞ്ഞാലും അവിടുത്തെ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മയുടെ കീഴിൽ തന്നെ തുടർന്നും ജീവിക്കുക. അമ്മയ്ക്ക് ശമ്പളം കൊണ്ടുപോയി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും അമ്മയുടെ ഒരു ആഗ്രഹവും താല്പര്യമാണ് കൂടുതൽ പരിഗണിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കൂലേ? ചില കേസുകളൊക്കെ വന്നിട്ട് പറയും സിസ്റ്ററെ, അപ്പം പ്രശ്നം ആയി കഴിയുമ്പോഴത്തേക്കും ഇതിന് ബാക്കിലേക്ക് പോകുന്ന കുറേ പ്രോബ്ലംസിനെയാണ് ഇവർ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം അന്നൊന്നും അവർ ഇതിനെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് കാണത്തില്ല. എങ്കിൽ പോലും നമ്മുടെ മുൻപിലെ പ്രശ്നമായിട്ട് വരുമ്പോൾ സിസ്റ്ററെ കല്യാണത്തിൻ്റെ അന്ന് മുതലുള്ള കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് പറഞ്ഞപ്പോഴത്തേക്കും പറയാം, സിസ്റ്ററെ ഞങ്ങൾ ഹണിമൂണിന് പോയപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു നമുക്ക് പപ്പയും മമ്മിയും കൂടി കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫാമിലി കോൺവെർസേഷനിൽ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇദ്ദേഹം നിർബന്ധിതനായി പോകുകയായിരുന്നു. കാരണം ഇവർ ഹണിമൂണിൽ പോകാമെന്ന് വെച്ച കാര്യങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തിരിക്കുമ്പോൾ ഫാദറും മദറും പപ്പയും മമ്മിയും ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇതുവരെയെങ്കിലും നീ ഞങ്ങളെ ഇല്ലാതെ പോയിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞു, ഇനി നിങ്ങളുടെ കാര്യമായി. അപ്പോൾ അവൻ പേടിച്ചിട്ട് ഇനി ഈ കുടുംബത്തിലല്ലേ ജീവിക്കേണ്ടതെന്ന് ഓർത്തിട്ട് അവൻ പറയുന്ന പപ്പയും മമ്മി പോരും. അന്ന് ബോധമുള്ള പപ്പയും മമ്മി ഓർക്കണ്ടേ, അവർ പോയിട്ട് വരട്ടെ, ഞങ്ങൾക്ക് പിന്നെ പോവാന്ന് ഓർക്കണ്ടേ? അതില്ല. അപ്പം അന്ന് മുതൽ പെണ്ണിൻ്റെ മനസ്സിൽ എന്താ ഇട്ടിരിക്കുന്നത്, അത് കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ സിസ്റ്റർ, ഇത് അമ്മയുടെ സാരിത്തുമ്പിലാണ് ചേട്ടൻ ഇരിക്കുന്നത് മൊത്തം. അപ്പം ഈ ഒരു കൺസെപ്റ്റിലാണ് പിന്നീട് അവളുടെ ആറ്റിറ്റ്യൂഡ് അവിടെ നിന്നേ ഫോം ചെയ്യുകയാണ്. അവൾ ചിന്തിക്കുന്ന തോട്ട് പ്രോസസ്സിങ്ങിൽ മുഴുവൻ ഇതാണുള്ളത്, അമ്മ പറയണം അല്ലെ മമ്മി പറയണം പപ്പയെ പറയണതേ ചേട്ടൻ കേൾക്കുള്ളൂ, പിന്നെ എനിക്കെന്താ അവിടെ കാര്യം, എനിക്ക് കാര്യമൊന്നുമില്ല. അപ്പം അന്ന് മുതൽ മാനസികമായിട്ട് ഈ കുട്ടി അവിടെ നിന്ന് വിടരാൻ അല്ലെങ്കിൽ അകലാൻ തുടങ്ങി. അവൾ അവിടെ നിന്ന് അകലുമ്പോൾ എങ്ങോട്ടേക്കാണ് കൂടുതൽ അടുക്കുന്നത്? അവളുടെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ആ പാരൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇവളെ ഫോം ചെയ്തിട്ട് വിട്ടിരിക്കുന്നതാണ്. ഇനി ഞങ്ങളല്ല നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്, അവിടെ മുളക് പൊടി തീർന്ന് മല്ലിപ്പൊടി തീർന്നെന്ന് ഞങ്ങളോടല്ല പറയേണ്ടത്, അല്ലെങ്കിൽ അവിടെ അതാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ ചെയ്തു എന്നല്ല പറയേണ്ടത്, നീ അവിടെ ഇനി ജീവിക്കേണ്ടതാണ്, ഞങ്ങൾ നിന്നെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നു, ഇനി രണ്ട് കുടുംബങ്ങളിലുള്ള ബന്ധം നീ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അതൊക്കെ ഒരു നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അങ്ങനെ വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവൾ അറിയാതെ പോലും സ്വന്തം വീട്ടിലേക്ക് നമ്മൾ പറയണ ഒരു പോയിസണസ് ആയിട്ട് അല്ലെ ടോക്സിക് ആയിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലുള്ള കുടുംബങ്ങളുണ്ട്. ഇതുപോലെയുള്ള കുടുംബങ്ങളിൽ നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം വീർപ്പുമുട്ടലുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കാലഘട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ഒരു മാരേജിന് ശേഷം അത്തരം കാലഘട്ടങ്ങളുണ്ടോ? അപ്പൊ അതെങ്ങനെയാണ് തിരിക്കുക? നമ്മളൊരു സ്പൗസ് ആൻഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലെ സ്റ്റേജുകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ മാത്രം, മാം നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ അടുത്തറിയുന്ന ഒരു ഇൻക്യുബേഷൻ കാലഘട്ടമാണ്. അപ്പോൾ അവിടെ അവർ തമ്മിലാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ മനസ്സിലാക്കുന്നു, ഇഷ്ടാനിഷ്ടങ്ങൾ തമ്മിൽ മനസ്സിലാക്കുന്നു, അവരുടെ ഡ്രീംസ് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ തമ്മിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ മാത്രമുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞിനെ അവർ കാത്തിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു സോക്കോൾഡ് ഗർഭാവസ്ഥ. അപ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രം, സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ത്രീയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുമ്പോൾ, അതായത് ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞുരുവാകുമ്പോൾ അച്ഛൻ്റെ മനസ്സിലാണ് ആ കുഞ്ഞ് ഉരുവാകുന്നത്. അപ്പോൾ അതൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് പുതിയൊരു ജീവൻ കൊണ്ടുവരുന്നത്. അപ്പം ആ ഒരു ചിന്തയിലൂടെ വേണം ആ ഒരു കാലഘട്ടത്തെ അവർ കാണുവാനായിട്ട്. അവിടെയാണ് കൂടുതൽ കെയറിങ് അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ, ഞങ്ങളുടെ ബന്ധം കുറച്ചുകൂടി ദൃഢതരമാകേണ്ടതുണ്ട് എന്നൊരു കാലഘട്ടം. പിന്നീട് ഈ കുഞ്ഞ് ഉണ്ടായതിന് ശേഷമുള്ള കുട്ടികളുടെ ഇൻഫൻറ്റൈലായിട്ടുള്ളൊരു കാലഘട്ടത്തിലെ മാതാപിതാക്കൾ മിക്കവാറും ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് അസ്വസ്ഥതകൾ തുടങ്ങുന്നത്. കാരണം ഒരു കുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന
നമുക്കറിയാം ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള ചില ഹസൽസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകും. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിത പങ്കാളി എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നു, കൂടെ നിൽക്കുന്നു, അതൊരു കാലഘട്ടമാണ്. ഇതിനുശേഷം കുട്ടികൾ വളർന്ന് കുട്ടികളുടെ അഡോളസെൻ്റ് ഏജ് ഉണ്ട്. ഈ അഡോളസെൻ്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ കുഞ്ഞുങ്ങളെ ഈ മാതാപിതാക്കൾ അവർ പറയുന്നു, കൊണ്ട് നടക്കുന്നു. അപ്പോൾ ശരിക്കും കുഞ്ഞ് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചു പോവുകയാണ്. ഈ അഡോളസെൻ്റ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ കൗമാരപ്രായത്തിൽ ഇവൻ മാതാപിതാക്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു പ്രത്യേകതയുള്ള കാലഘട്ടമാണ്. അതിനുശേഷം അഡൾട്ട്, കുട്ടികൾ അഡൾട്ടായിരിക്കുമ്പോൾ ഉള്ള മാതാപിതാക്കൾ. അഡോൾസൻസ് ആകുമ്പോൾ കൂടുതലും കുട്ടികൾ പേരൻസിനെ ചോദ്യം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നല്ലോ. അപ്പോൾ പേരൻസ് ചിലവരെ അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും കുട്ടി കേൾക്കുന്നില്ല, പിന്നെ എന്തിനാ അവനോട് പറയുന്നതെന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ഏത് രീതിയിൽ അവിടെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ മോഡലിംഗ്, അത് നമ്മൾ പ്രധാന. അപ്പം ഈ ഇവർ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിത പങ്കാളികളുടെ ബോണ്ടിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് അത് കൂടുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരാളെ മനസ്സിലാക്കാൻ, ഇപ്പം നമ്മൾ പറയും കുടുംബ കോടതിയിൽ നിന്നൊക്കെ കേസുകൾ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ചിലപ്പോൾ പേഴ്സണാലിറ്റിയിൽ തന്നെ ഡീവിയേഷൻസ് ഉള്ളവരുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുണ്ട്. ഞങ്ങൾ സാധാരണയായിട്ട് പറയും ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി, നമ്മൾ ഇതിനു മുൻപുള്ള ഇതിൽ ചർച്ച ചെയ്തതാണ്. അതായത് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വൈഫും പാരനോയിഡ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡും കൂടി ചേർന്നാൽ എങ്ങനെയായിരിക്കും? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ ഇരിക്കും. കാരണം ഇയാളിങ്ങനെ നോക്കി നടക്കുവാണ്, ഇവൾ ആരെയാ നോക്കണേ, എന്താണ് സംശയമാണ്. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഭയങ്കര പ്രസാദിപ്പിച്ച് പ്ലീസ് ചെയ്ത് നടക്കുന്നതാണ്. അപ്പം ഇത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ ഭൂകമ്പങ്ങളുണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ അഡോളസൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഓർക്കേണ്ട ഒരു കാര്യം, അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും അവർ കാണിച്ചു കൊടുക്കേണ്ട മോഡലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ ഓരോ ചലനങ്ങളും മക്കൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്ററെ, ഈ കാലഘട്ടത്തിൽ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് സെൻറ്ററിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ സെപ്പറേഷനായിട്ട് വരുന്ന കേസുകൾ ഒത്തിരി കൂടുതലാണ്. വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസം സെപ്പറേഷന് വരുന്നവരും ഉണ്ട്. വളരെ ആർഭാടമായിട്ട് വിവാഹം നടത്തി അതിനുശേഷം ഈ മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ ഇവർക്കൊരു സെപ്പറേഷൻ വേണമെന്ന് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ആവശ്യം ഉന്നയിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സെപ്പറേഷനിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പോകാൻ? അല്ലെങ്കിൽ പഴയൊരു കാലഘട്ടം അങ്ങനെയല്ലല്ലോ, പഴയതും പുതിയതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്കിൽ പോലും പണ്ടുള്ളവരൊക്കെ കുറച്ച് സഹിച്ച് നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് പെട്ടെന്ന് എനിക്ക് പറ്റില്ല എന്ന ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ജീവിതത്തിലായാലും ഏത് ജീവിതാന്തസ്സിലായാലും ഒരു ഓൺഗോയിങ് ഫോർമേഷൻ്റെ ആവശ്യമുണ്ട്. നമ്മളൊരു ജീവിതാന്തസ്സിലേക്ക് കടക്കുന്ന അതേ ഏജിൽ തന്നെ അല്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ, നമ്മുടെ ചിന്താഗതിയിലെ വ്യത്യാസങ്ങൾ, മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നുണ്ട് വ്യക്തിപരമായിട്ട്. ഇതേപോലെ ഒരു വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ ജീവിതത്തിലെ ആദ്യ കാലങ്ങളെ പോലെ ആയിരിക്കണം എന്നില്ല കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അവിടെ വേണ്ടത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ അവിടേക്കാണ് കൂട്ടുകാർ. ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ ആ കേസിൽ ഞാൻ ആ 2 കൂട്ടുകാരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ആളെ കൊണ്ടുവന്നത്? അപ്പോൾ പറയാം, സിസ്റ്റർ, കാരണം ഇവർ നല്ല കണ്ടു കഴിഞ്ഞാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം ചേച്ചി സ്ട്രിക്റ്റാണ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവർ തമ്മിലൊരു വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതാണ് താല്പര്യം. കൂടാതെ 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു കുടുംബം തകർക്കരുതെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരു സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ടിംഗ് സിസ്റ്റം, ഫാമിലി സിസ്റ്റം നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യാനുണ്ട് എങ്കിൽ പലപ്പോഴും അതാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. കൂട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിൽ നിന്നെല്ലാം ഇതുപോലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആവശ്യമാണ്. ഇനി പറഞ്ഞ ഓൺ ഗോയിങ് ഫോർമേഷൻ, അവർ തന്നെ സംസാരിക്കാൻ, അവർ തന്നെ യാത്ര ചെയ്യാൻ, അവർ തന്നെ ഇരുന്ന് മൂന്നാമതൊരാളുടെ കയ്യിൽ നിന്നൊരു കറക്ഷൻ വാങ്ങിക്കാൻ. ഞാൻ പറയുന്ന ഈ ഒരു പ്രീമാരിറ്റൽ കോഴ്സ് അല്ലെങ്കിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആഫ്റ്റർ മാരേജ്. അതായത് പോസ്റ്റ് മാരിറ്റൽ കോഴ്സസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കണം. നമ്മൾ ടീച്ചിങ്ങിൽ ഇൻ സർവീസ് പറയുന്നത് പോലെ അത് അത്യാവശ്യമാണ്. എവറി നൗ ആൻഡ് ദെൻ, മേ ബി 4 years. കാരണം
ഏറ്റവും റഫ് പാച്ച് ഒരു മാരേജ് ലൈഫിൽ സംഭവിക്കുന്ന ഫസ്റ്റ് 4 ഇയേഴ്സിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അവരൊരു ഫ്രണ്ട്ലി ഫേസിലേക്കാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂടുതൽ ആഴത്തിൽ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് 4 ഇയേഴ്സിൽ എനിക്ക് ഒന്നും കൂടി റെസൊല്യൂഷൻ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ കൂടുതലും നമുക്ക് ഈ സെപ്പറേഷൻ എന്നുള്ളത് കുറയ്ക്കാൻ പറ്റും. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജീവിത പങ്കാളിയും മാനസിക ആരോഗ്യവും എന്ന വിഷയമാണ് നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൻ്റെ തുടർഭാഗം അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാം. ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് നമ്മോടൊപ്പമായിരുന്ന ഏവർക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.